ശ്രീ ബി മുരളീധരൻ. സർ, ഈ നീറ്റ് പരീക്ഷയുടെ കഴിഞ്ഞ പരീക്ഷയിലുണ്ടായിട്ടുള്ള ചില സംഭവവികാസങ്ങൾ അത് രാജ്യത്തെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒക്കെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. ആ ആശങ്കയെ കേന്ദ്ര സർക്കാർ വളരെ ഗൗരവത്തോടുകൂടിയാണ് കണ്ടത്. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപേ ഈ നീറ്റ് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് കൂടി ഒരു പരാമർശിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നീറ്റ് ഉണ്ടായത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയതല്ല. നീറ്റ് നടപ്പിലാക്കാനുള്ള തീരുമാനമുണ്ടായത് 2010-ലാണ് ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങിയത്. 2010 UPA സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയും ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുമാണ് നോട്ടിഫൈ ചെയ്തത്. അതിനുശേഷം ആദ്യം നടന്ന നീറ്റ് പരീക്ഷ അങ്ങ് ഭേദഗതി മൂവ് ചെയ്യും. സർ, ഞാൻ പറയാം. അതിന് മുൻപ് എനിക്ക് മുൻപ് സംസാരിച്ച ബഹുമാന്യനായിട്ടുള്ള അംഗം നീറ്റുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. എനിക്ക് അതിനോട് ആ പറഞ്ഞ കാര്യങ്ങളോട് പരാമർശിക്കാനെങ്കിലും എന്നെ അനുവദിക്കണം സർ. അപ്പോൾ സുപ്രീം കോടതി 2013 സുപ്രീം കോടതി ഭൂരിപക്ഷ തീരുമാനപ്രകാരം അന്ന് നടത്തിയ നീറ്റ് പരീക്ഷ റദ്ദാക്കുകയടക്കം ചെയ്തു. അതിനുശേഷം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന പരീക്ഷകൾ, ആ പരീക്ഷകളിലുണ്ടായിട്ടുള്ള ക്രമക്കേടുകളുടെയും പോരായ്മകളുടെയും ഏകീകൃത സ്വഭാവമില്ലാത്തതിൻ്റെയും അടിസ്ഥാനത്തിൽ കോടതികളുടെ അടക്കം നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വന്നത്. ഞാൻ ആ വിഷയത്തിലേക്ക് ഭേദഗതി മൂവ് ചെയ്യാം സർ. ദേശീയ പരീക്ഷാ ഏജൻസി NTA ചുമതലപ്പെടുത്തിയ ആ ആളുകൾ വരുത്തിയിട്ടുള്ള വീഴ്ചകൾ വന്ന ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചു. ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും നേതൃത്വത്തിൽ പുനഃപരീക്ഷ നടന്നു. നരേന്ദ്രമോദി ഒരു കാര്യം തുടക്കം മുതലേ അങ്ങ് ഭേദഗതി മൂവ് ചെയ്തു സർ. അങ്ങയുടെ ഭേദഗതി ഇല്ലാതെ പോകും. ഇവിടെ ഇതിനു മുൻപുള്ള ഭേദഗതികൾ അവതരിപ്പിക്കുമ്പോ ഈ ബഹളമൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പൊ അതിനർത്ഥം ജനാധിപത്യപരമായിട്ടുള്ള ചർച്ചയ്ക്ക് ഈ ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും തയ്യാറില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ബലത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കണമെന്നുള്ളതാണ്. അതിനോട് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ യോജിക്കാൻ സാധിക്കില്ല സാർ. ഞാൻ വിഷയത്തിലേക്ക് വരാം. അങ്ങ് ചെയർ കേക്കോ, ഒരു മിനിറ്റ്. അങ്ങ് ചെയർ പറയുന്നത് കേക്കോ. അങ്ങയുടെ ഭേദഗതി മൂവ് ചെയ്യാം. ഭേദഗതി മൂവ് ചെയ്യുന്നതിന് വേണ്ടി 2 മിനിറ്റാണ്. പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് സംസാരിച്ച് 3 മിനിറ്റായി 3.5 മിനിറ്റായി എന്നുള്ള തർക്കമേ അങ്ങേക്കുള്ളൂ. അതുകൊണ്ട് അങ്ങയുടെ ഭേദഗതി മൂവ് ചെയ്യൂ. ഞാൻ ഭേദഗതിയിലേക്ക് വരാം സാർ. ഈ വിഷയത്തിൽ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേഗത്തിൽ തീർപ്പാക്കാനായിട്ടുള്ള പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ മുരളീധരൻ, എന്താ മന്ത്രിക്ക് എന്താ പറയാനുള്ളത്? സർ, ഇവിടെ സർക്കാർ ഭാഗത്ത് സർക്കാർ ഭാഗത്ത് ഒരു പ്രമേയം വന്നാൽ ആ പ്രമേയത്തിൽ ഇന്ന വരിയിൽ ഇത്രാമത് ഭേദഗതി എന്ന് പറയല്ലാതെ അവിടെ ഒരു വിശദീകരണ സംസാരത്തിന് യാതൊരു സ്കോപ്പും ഇല്ല. അത് നടപടികൾക്കെതിരാണ്. ഇതിൽ പ്രസംഗമില്ല. ഇതിൽ പ്രസംഗമില്ല. ആർക്കും ഒരാൾക്ക് മാത്രമല്ല, ആർക്കും പ്രസംഗമില്ല. അങ്ങയുടെ പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കും. ഇത് പ്രസംഗം ഇല്ലാന്ന് പറയുന്നത് കറക്റ്റാണ്. ഞാൻ അതിനോട് പ്രസംഗിക്കുന്നില്ല. ഞാൻ ഒറ്റ കാര്യം, അവിടെ ഒരു പത്രം കാണിച്ചു, ഞാൻ ഇവിടെ ഒരു പത്രം കാണിക്കുക. കേരളത്തിലെ PSC പരീക്ഷ, ഈ PSC പരീക്ഷയില് എന്ത് സംഭവിച്ചു, അതിനെ കുറിച്ച് എന്താ മിണ്ടാട്ടം ഇല്ലാത്തത്? ചർച്ചയാണ്. കാണിക്കുമ്പോ മാത്രമല്ല, പത്രം ഇതും പത്രമാണ്. ഇത് PSC, കേരളത്തിലെ PSC പരീക്ഷയാണ്. ശ്രീ മുരളീധരൻ, ഞാൻ മൂവ് ചെയ്യാം. പാർലമെന്ററി പ്രാക്ടീസ് അറിയാവുന്ന എനിക്കറിയാം സാർ. ദയവായിട്ട് അങ്ങയുടെ ഭേദഗതി മാത്രം മൂവ് ചെയ്യും. ഞാൻ മൂവ് ചെയ്യാം. ഭേദഗതി വരുന്നു എന്ന് പറഞ്ഞ പ്രസംഗം അതില്ലാതെ ഭേദഗതി മൂവ് ചെയ്യും. ഭേദഗതി മൂവ് ചെയ്യാം. ഈ പ്രമേയത്തിലെ രണ്ടാമത്തെ ഖണ്ഡികയിലെ അവസാന വാചകം
ആ അവസാന വാചകത്തിന് പകരം ഞാൻ ഭേദഗതി മൂവിയാണ്. പരീക്ഷാ നടത്തിപ്പിൽ ഏതാനും ചിലർ വരുത്തിയ വീഴ്ചയിൽ സമയോചിതമായും ഫലപ്രദമായും ഇടപെട്ട കേന്ദ്ര സർക്കാരിൻ്റെയും കേന്ദ്ര ഏജൻസികളുടെയും ഇടപെടലിനെ ഈ സഭ പ്രശംസിക്കുന്നു. അതാണ് അങ്ങയുടെ ഭേദഗതി. അതാണ് അങ്ങയുടെ ഭേദഗതി.